ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെറിയൊരു കഥ പറഞ്ഞു തരട്ടെ. നമ്മുടെ കഥ നടക്കുന്നത് ഘോരമായൊരു വനത്തിലാണേ. ഇത്തരത്തിലുള്ള കഥകളൊക്കെ കേൾക്കാനായി നമ്മളുടെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കൊള്ളണേ. ഈ കാട്ടിലാണ് നമ്മുടെ കഥ നടക്കുന്നത്. അല്ല, നമ്മുടെ കഥയ്ക്കൊരു പേര് വേണ്ടേ? എല്ലാ കൂട്ടുകാർക്കും അതെന്താണെന്ന് അറിയണ്ടേ? ഇതാണ് നമ്മുടെ കഥയുടെ പേര്, ചെങ്ങാത്തം. പേര് പോലെ തന്നെ നമ്മുടെ കുഞ്ഞു മുയലുകളുടെ ചങ്ങാത്തത്തിനെ കുറിച്ചാണ് ഈ കഥ. പിറകിൽ നിൽക്കുന്ന കൗശലക്കാരായ അണ്ണാനും കുറുക്കനും ഈ കഥയുടെ ഭാഗമാണ്. അവരാണ് ഈ കഥയിലെ വില്ലന്മാർ. അപ്പോൾ നമുക്ക് നമ്മുടെ കഥ തുടങ്ങിയാലോ? ഞാൻ നേരത്തെ പറഞ്ഞ കാട്ടിലെ 2 മുയൽ കുഞ്ഞുങ്ങളുണ്ടായിരുന്നേ. ഒരു മിട്ടുമുയലും ഒരു കിട്ടുമുയലും. മിട്ടുവും കിട്ടുവും ആവട്ടെ വേർപിരിയാനാവാത്ത വിധം അടുത്തുപോയ സുഹൃത്തുക്കളാണ്. കളിക്കുന്നതും കഴിക്കുന്നതും കുളിക്കുന്നതും എന്നു വേണ്ട എല്ലാതും അവർ ഒരുമിച്ചായിരുന്നു ചെയ്തിരുന്നത്. പരസ്പരം ഒരുപാട് അടുത്ത 2 കൂട്ടുകാർ തന്നെയായിരുന്നു അവർ. അപ്പോൾ നമ്മുടെ കാട്ടിലെ കൗശലക്കാരനായ അണ്ണാന് ഒരു ദിവസം എന്ത് തോന്നി? ഈ കിട്ടുവിനെയും മിട്ടുവിനെയും എങ്ങനെയെങ്കിലും പിരിക്കണം, അല്ലെങ്കിൽ 2 പേരെയും ഇല്ലാതാക്കണം. തോന്നാൻ കാരണം എന്താ? ആ കാട്ടിൽ എല്ലാവർക്കും അവരോട് അസൂയയായിരുന്നു. അവരുടെ സൗഹൃദം, അവരുടെ ചെങ്ങാത്തം കണ്ടിട്ട്. അപ്പോൾ അണ്ണനാവട്ടെ ആ കാട്ടിലെ തന്നെ അതിക്രൂരനായ അതികൗശലക്കാരനായ നമ്മുടെ കുറുക്കച്ചാരുടെ അടുത്ത് ചെന്ന് എങ്ങനെയെങ്കിലും കിട്ടുവിനെയും മിട്ടുവിനെയും ഇല്ലാതാക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളെ അപകടത്തിൽപ്പെടുത്തണം. അങ്ങനെ കൗശലക്കാരായ ഇരുവരും അന്ന് രാത്രി കാട്ടിനുള്ളിൽ ഒരു കെണിയൊരുക്കാമെന്ന് അവർ പദ്ധതിയിട്ടു. കുറുക്കച്ചാർക്ക് തൻ്റെ കൂടെ ചേരുന്നതിനു വേണ്ടി കെണിയിലകപ്പെട്ടാൽ കിട്ടുവിനെയും മിട്ടുവിനെയും ആഹാരമാക്കി ഭക്ഷിച്ചോളാൻ അണ്ണാൻ നിർദ്ദേശവും നൽകി. അപ്പോൾ കുറുക്കച്ചാർക്കും സന്തോഷമായി. പക്ഷേ അപകടം പതിയിരിക്കുന്നത് അവിടെയൊന്നുമായിരുന്നില്ല. ഇവരുടെ ഈ പദ്ധതിയെല്ലാം ഒളിഞ്ഞിരുന്ന് കിട്ടുവിൻ്റെയും മിട്ടുവിൻ്റെയും ആത്മാർത്ഥ സുഹൃത്ത് കേൾക്കുന്നുണ്ടായിരുന്നു. ഇതൊന്നും അറിയാതെ കുറുക്കച്ചാരും അണ്ണാനും തൻ്റെ പണികൾ വൃത്തിയായി ചെയ്യാൻ തുടങ്ങി. കാടിൻ്റെ ഒത്ത നടുക്കായി അവർ എപ്പോഴും വരുന്ന വഴിയിൽ അവർക്ക് വേണ്ടി കെണിയൊരുക്കാൻ 2 പേരും ഒരു കുഴിയെടുത്തു. അന്ന് രാത്രി തന്നെ ആ കുഴിയുടെ പണി അവർ പൂർത്തിയാക്കി. നേരം പുലർന്നപ്പോൾ തന്നെ നടക്കാൻ പോകുന്ന കൊടും ചതിയുടെ വാർത്ത പറയുവാനായി കിളി തൻ്റെ ആത്മമിത്രങ്ങളായ കിട്ടുവിൻ്റെയും മിട്ടുവിൻ്റെയും അടുക്കൽ ചെന്നു കാര്യങ്ങൾ ബോധിപ്പിച്ചു. അവരെ എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കി പറഞ്ഞു മനസ്സിലാക്കുകയും ചെയ്തു. കിട്ടുവും മിട്ടുവും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കാൻ തുടങ്ങി. പതിവ് പോലെ കെണിയുടെ അരികിലൂടെ തന്നെ എന്നും വരുന്ന പോലെ അവർ പതിവ് തെറ്റിക്കാതെ കളിക്കാൻ ഇറങ്ങി. കെണിയിലകപ്പെടുന്നതും നോക്കി അണ്ണാനും കുറുക്കച്ചാരും മരത്തിനു പിറകിലായി അവരെ വീക്ഷിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. മിട്ടുവും കിട്ടുവുമാവട്ടെ തന്ത്രപൂർവ്വം കെണിയിൽ നിന്നും ഒഴിഞ്ഞുമാറി യാത്ര തുടർന്നു. കിട്ടുവും മിട്ടുവും പോയതിനു ശേഷം എന്തു പറ്റി, അവർ എന്തുകൊണ്ട് കെണിയിൽ വീണില്ല, അവർ എന്താ കുഴിയിൽ വീഴാഞ്ഞത് എന്നെല്ലാം ആലോചിച്ച് നമ്മുടെ അണ്ണാനും കുറുക്കച്ചാരും കെണിയുടെ അടുത്തേക്ക് വന്നു. തങ്ങളുടെ പദ്ധതിക്ക് എന്താണ് സംഭവിച്ചതെന്നറിയാണ്ട് ഇരുവരും മുഖത്തോട് മുഖം നോക്കി എന്താണ് അവിടെ നടന്നതെന്നറിയാതെ വ്യാകുലപ്പെട്ടു നിന്നു. അപ്രതീക്ഷിതമായി തന്നെ വർത്താനത്തിനിടയിൽ കാലു തെന്നി നമ്മുടെ അണ്ണാൻ ദേ കിടക്കുന്നു കുഴിയിലേക്ക്. കുറുക്കച്ചാരാണെങ്കിൽ ദേ ഇതെന്താ എന്ന മട്ടിൽ നോക്കി നിൽപ്പുണ്ട്. എന്താണെങ്കിലും അവനവൻ കുഴിച്ച കുഴിയിലേക്ക് അവൻ തന്നെ എന്ന മട്ടിൽ അണ്ണാൻ വീണ പാടെ നമ്മുടെ കുറുക്കച്ചാർ അവിടുന്ന് സ്ഥലം വിട്ടു. നമ്മുടെ കിട്ടുവും മിട്ടുവും കുറച്ച് ദൂരെ മാറി നിന്ന് എന്താ അവർ ചെയ്യുന്നതെന്നറിയാനായി അവരെ വീക്ഷിക്കുന്നുണ്ടായിരുന്നു. കുഴിയിലകപ്പെട്ടപ്പോൾ അവർ ഓടി വന്ന് അണ്ണാനെ നോക്കുകയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി ചിരിക്കുകയും ചെയ്തു. നമ്മുടെ കിട്ടുവും മിട്ടുവും അണ്ണാനോട് പറഞ്ഞു, ഇതാണ് പറയുന്നത് അവനവൻ കുഴിച്ച കുഴിയിൽ അവനവൻ തന്നെ എന്ന്. അണ്ണാൻ്റെ ഈ ഒരവസ്ഥ കണ്ട് നമ്മുടെ കിട്ടുവിനും മിട്ടുവിനും ചിരി അടക്കാനേ സാധിക്കുന്നുണ്ടായിരുന്നില്ല.
കുറുക്കച്ചാരാവട്ടെ ഓടിയ വഴിക്ക് പിന്നീട് പുല്ല് പോലും മുളച്ചിട്ടില്ലെന്നാ കേട്ടത്. നമ്മുടെ കഥയിലെ കിട്ടുവും മിട്ടുവും സൗഹൃദം തുടരുകയും ആ കാട്ടിൽ തന്നെ ശിഷ്ടകാലം ജീവിച്ചു പോരുകയും ചെയ്തു. ഈ കഥ നമുക്ക് നൽകുന്ന ഒരു ഗുണപാഠമുണ്ട്. എന്തെന്ന് വെച്ചാൽ, താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഒരാളെ ദ്രോഹിക്കുന്നതിനു വേണ്ടി ചെയ്ത പ്രവൃത്തികൾ അതെല്ലാം നമുക്ക് തന്നെ നാശമായി പിന്നീട് മാറും. നമ്മുടെ ജീവിതത്തെ അത് ബാധിക്കുകയും ചെയ്യും. എൻ്റെ ഈ ചെറിയ കഥ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.